എന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ കുറേ പേര് ഞങ്ങളെ കൂട്ടത്തിലുള്ള അല്ലാതെ പലസ്തീനികളെ നിരത്തി നിർത്തിയിട്ട് ഇല്ല മൂട്ടയ്ക്ക് മരുന്നടിക്കുന്നതാണ് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല റെഡിയായി വേറൊരു സ്ഥലത്തോട്ട് മാറ്റി മുഴുവനേക്ക് വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ട് അവിടെ ഓരോരുത്തർക്ക് നമ്പർ ഇട്ടുകൊണ്ട് അവിടെ ഒരു ഉടുപ്പ്, ഒരു പാൻറ്, ഒരു ജട്ടി, ഒരു പാത്രം, ഇതൊക്കെ അളവിൽ നമുക്ക് കിട്ടും. അങ്ങനെയൊന്നുമില്ല. പല പല അളവിലുള്ള വേഷം. ഈ പലസ്തീനികളുടെ പട്ടാള ഡ്രസ്സ്, ആ ഡ്രസ്സാ തരുന്ന ഇതിത്ര ചെരുപ്പ് ഇത്രയും തന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി. അങ്ങനെ അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അവിടുന്ന് അടിച്ച് പോത്തിനെ അടിച്ചുകൊണ്ട് പോകുന്നതാണത് അടിച്ചുകൊണ്ട് പോയി ടെൻറ്റിനകത്ത് ഒരു ഓപ്പൺ ജയിൽ പോലെ ഉണ്ട്. അത് ഒരു ഒരേക്കർ സ്ഥലമാണ് ഒരു ഓപ്പൺ ജയിൽ. അതിൽ ഓരോ ചെറിയ ചെറിയ ടെൻറ്റുണ്ട്. അത് ഒരു ടെൻറ്റിനകത്ത് 60 പേരാണ്. പക്ഷേ ആ ടെൻറ്റിനകത്ത് ഒരു 40 പേർക്ക് പോലും തികച്ച് കിടക്കാൻ പറ്റില്ല. അതേപോലത്തെ. പക്ഷേ ആ ടെൻറ്റിനകത്ത് തന്നെ ഇരിക്കുകയോ കിടക്കുകയോ ഉണ്ടോ അതിനകത്ത് തന്നെ ചെയ്യണം. അങ്ങനെ ഇത് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതേപോലെ ഈ ആഹാരം ഇത് കൊണ്ടുപോയി ഇതിനകത്ത് കയറിയതിന് ശേഷം ആഹാരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പീസ് ബ്രെഡ് ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു ബ്രെഡ് കൊണ്ടുവന്നാൽ അത് 10 ഇത്രയും കഷ്ണം, ഒരു പീസ് ബ്രെഡ്, ഒരു ചെറിയ മുളക്, ഒരു 4 ഭാഗം തക്കാളി, ഇത്രയാണ് ആദ്യം തരുന്നത്. അതിങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു. അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഒരു അംശ വെള്ളം തരും. അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ അത് ഇത്തിരി കൂടെ കൂട്ടിത്തരാം. 2 എണ്ണമായി 3 എണ്ണമൊക്കെ തരാൻ തുടങ്ങി. അന്നേരം ഒന്നും നമ്മൾ ഈ പല്ലിയൊക്കെ കുളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാര്യം വെള്ളവും ഇല്ല ഇവിടെ. അതേപോലെ ഇവർ രാവിലെ ആകുമ്പോൾ പട്ടാളക്കാർ ഈ നമ്മളെ എണ്ണ എടുക്കാനായിട്ട് വരും. ഈ വരുന്ന സമയത്ത് ഈ 60 എണ്ണം ടെൻറ്റിനകത്ത് തന്നെ പുറത്ത് കണ്ട അന്നേരം ഉപദ്രവിക്കും. അത് ഒരാളിൻ്റെ മേളിൽ കിടന്നാലും ശരി തന്നെ അതിനകത്ത് തന്നെ കിടക്കും. ഈ പലസ്തീനികളെന്ന് പറഞ്ഞാൽ അവന്മാരെന്ന് പറയുന്നത് അവന്മാർക്ക് ഒരു വലിയ സഹകരണമുള്ളവരാണ്. നമ്മളെയൊക്കെ അവന്മാർ പോലും എടുത്ത് വെളിയിലോട്ട് മാറ്റി നമ്മളെയൊക്കെ. അതേപോലുള്ള അവരുടെ ആളുകളുമായിട്ട് അവർക്ക് നല്ല അങ്ങനെ ഈ ദിവസങ്ങളിങ്ങനെ. അതിപ്പോൾ ഇതിൻ്റെ വാതിൽ ഇവിടാണ് ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കറങ്ങി വരുന്നവരെ നമ്മൾ ഇങ്ങനെ ഇരിക്കണം, അതിനേക്കാളും പൂട്ടിയിട്ടിരിക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് ദുഃഖങ്ങളായിരുന്നു. കാല് പരിപ്പ് ഇതൊക്കെ ഉള്ളതിൻ്റെ പേര് ഒരുപാട് ദുഃഖമായിരുന്നു. അങ്ങനെ അത് ഇങ്ങനെ വന്നു. പിന്നെ ഈ ഇവിടുന്ന് ഒരു അത് ഈ പരേഡൊക്കെ ഇതിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഇവർ പട്ടാളക്കാരുടെ ലിസ്റ്റുമായിട്ട് വരും. വന്നാൽ നമ്മളെ അതിനെ കൊണ്ടുപോകത്തില്ല. ഈ പലസ്തീനികൾ ആ നമ്പർ വിളിച്ച് അവരെ കൊണ്ടുപോയാൽ ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ് വരും, ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞ് വരും, ചിലപ്പോൾ കൊണ്ടുപോകുന്ന ആളിനെ വരത്തില്ല. അങ്ങനെ ഈ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞപ്പം പൈപ്പിനകത്ത് വെള്ളം വന്നു. പൈപ്പിൽ വെള്ളം വന്ന് ഇപ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ട് നമുക്ക് തോന്നി. നമ്മൾ ഡ്രസ്സെല്ലാം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഞാനും പോയി ഡ്രസ്സെല്ലാം നനച്ച് വെച്ച് കഴുകാൻ തുടങ്ങിയപ്പം പട്ടാളക്കാരെ ഇരച്ചിഞ്ഞ് കയറി. കുറേ പേര് ഒക്കെ ഓടി ടെൻറ്റിനകത്ത് ചാടി വീണ് കയറി. എനിക്ക് ഓടി എത്താൻ പറ്റി. അങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോയി. എന്നെ മാത്രമല്ല എൻ്റെ കൂടെ പലരും ഉണ്ടായിരുന്നു. പിടിച്ചോണ്ട് പോയി. അത് ചട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പാറപ്പുറത്ത് കൊണ്ടുവന്ന് കിടന്നു. അത് നല്ല വെയിലായിരുന്നു. കൊണ്ട് കിടത്തി ഒരു 3 മണിയായ എന്നെ പിടിച്ചോണ്ട് വന്ന് ഈ കമ്പി വേലിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് 3 ആഴ്ച അങ്ങനെ തെളിയാക്കി. അന്ന് യഥാർത്ഥത്തിൽ കരഞ്ഞത്.
കാര്യം നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മൾ അത്രയും ഉപദ്രവിച്ചപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇല്ല തുണി ഒന്ന് വെളിയിലിട്ട് ഒക്കെ ഉണക്കി പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ കുളിക്കാനുള്ള ഇതൊക്കെ സൗകര്യമൊക്കെ അവർ തന്നു. എന്നുവെച്ചാൽ അവർ വരുമ്പോൾ എല്ലാം ടെൻറ്റിൽ കാണണം, കുളിക്കുകയൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് പിന്നെ ഈ റെഡ് ക്രോസുകാർ വന്നു. റെഡ് ക്രോസുകാർ വന്നതിന് ശേഷം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ വന്ന് ഓരോ ടെൻറ്റിലും വന്ന് അവർ പലസ്തീനിയായാലും അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യക്കാരാണ് ശ്രീലങ്കക്കാരാണ് പ്രത്യേക ലിസ്റ്റ് എടുത്ത് നമ്മളെ വിവരങ്ങളെല്ലാം ചോദിച്ച് എല്ലാം മനസ്സിലാക്കി. പക്ഷേ ഇതിനകത്ത് ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെഡ് ക്രോസുകാർ പിന്നെ വരുന്നെന്നുള്ള റിപ്പോർട്ട് അവർക്ക് കിട്ടും. അന്നേരം അവരെ കാണിക്കേണ്ടവരെ മാത്രമേ ഈ ടെൻറ്റ് എടുത്തുള്ളൂ, ബാക്കിയുള്ള രണ്ടു കൊണ്ടുപോകും, അങ്ങ് കൊണ്ടുപോകും. അവരെ കാണിക്കത്തില്ല, ഇതിനകത്തുള്ളവരെ മാത്രമേ അവരെ കാണിക്കത്തുള്ളൂ. അങ്ങനെ അവർ വന്ന് പിന്നെ നമ്മളെ വിവരങ്ങളെല്ലാം തിരക്കി. അതിനുശേഷം ഒരുവിധം നല്ല ഫുഡെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ ബ്രെഡ് തന്നെ ഒരു 4-5 കഷ്ണം അത് 3 നേരവും കിട്ടുമായിരുന്നു. മറ്റേത് 1 നേരമേ കിട്ടുള്ളൂ, പിന്നെ അത് 2 നേരമായി. അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഒരു 16 ദിവസം തന്നെ ജയിലിൽ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം കൂടെ ജയിലിൽ കൊണ്ടുപോയി. അന്നേരം ഈ ഞങ്ങളെ ഈ മലമൂത്ര വിസർജനത്തിനൊക്കെ പോകുമെന്ന് പറയുന്നത് ബക്കറ്റ് വെച്ചിട്ടൊരു ബക്കറ്റിനകത്താണ്. അത് നമ്മളതിനെ എടുത്തുകൊണ്ട് പോയി കളയണം. അതേപോലെ ജയിലിൽ ചെന്ന് ജയിലിലായപ്പം ആഹാരം കിട്ടും, പക്ഷേ ദിവസം 2 പ്രാവശ്യം ഉപദ്രവം അടിക്കും. എന്തുകൊണ്ട് അടിക്കും? ചേട്ട പറയാമോ? അല്ല, നമ്മളെ ഈ ട്യൂബില് ഓസിന്റെ അത് വെച്ച് അടിക്കും. അത് അടിക്കുന്ന പറഞ്ഞാൽ രാവിലെ പരേഡ് നടക്കും. നമ്മള് പരേഡെന്ന് പറഞ്ഞാൽ ആക്ച്വലി പട്ടാളക്കാരന്മാരായി, പാലസ്തീൻ പട്ടാളക്കാരന്മാരായി വേഷം ഇട്ട. അതുകൊണ്ട് നമ്മള് ഈ പലസ്തീൻ പട്ടാളക്കാരാ അങ്ങനെ കൊണ്ടുവന്ന് ലൈനായിട്ട് നിർത്തും. പിന്നെ ഇരിക്കാൻ പറയും. അങ്ങനെ ഇരുന്നൊരു ദിവസം ഇതേപോലെ ഇരുന്നിട്ട് എണീക്കാൻ വയ്യാതായി, ഞാൻ മറിഞ്ഞു വീണു. അന്നും അവർ കണ്ടമാനം ഉപദ്രവിച്ച്, സ്ത്രീകൾ വരെ ഉപദ്രവിച്ചു. ഒരു ഭയങ്കര ക്രൂരതയാണ് ഇസ്രായേൽ. അങ്ങനെ 16 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ റെഡ് ക്രോസുകാർ എല്ലാ ദിവസവും വന്ന് വിവരങ്ങൾ തിരക്കും. പിന്നെ നമ്മളെ ജോലി ചെയ്ത കമ്പനിയുടെ അഡ്രസ്സ് എല്ലാം വാങ്ങിച്ച് എടുത്ത് എല്ലാ കമ്പനികളിലും പോയി. അത് ചോദിച്ചാൽ അവർ വന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഈ മരണത്തെ മുമ്പിൽ കണ്ട നിമിഷം എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് പിന്നെ ഞങ്ങളെ കമ്പനിക്കകത്ത് നമ്മൾ ആ ഗേറ്റിനകത്തിരിക്കുകയാണ്. അന്ന് അത്രേ അത് തുടങ്ങിയ എല്ലാ കമ്പനിയും അടച്ച് അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ബുള്ളറ്റ് വന്ന് ഇത് ഗേറ്റ് തുറന്ന് എൻ്റെ അടുത്തിരുന്നവർ എൻ്റെ കാലിൽ കൂടെ കയറി അങ്ങ് പോയി. അത് പിന്നെ എന്ന് പറയുന്നത് നമ്മളെ ഈ പിടിച്ചോണ്ട് പോയി ഈ ആഹാരവും വെള്ളമൊന്നും തരാതെ കണ്ണും കൈയും കെട്ടിയിട്ട് ആ ആഹാരവും വെള്ളവും തന്നതിൻ്റെ അന്ന് അവിടെ ഒരുപാട് എണ്ണം അവിടെ തന്നെ മരിച്ചു. നമ്മൾ ഭാഗ്യം കൊണ്ടാണ് നമ്മളത് രക്ഷപ്പെട്ടു. നമ്മളൊക്കെ ഇപ്പൊ നമ്മളൊന്നും ഒരിക്കലും തിരിച്ച് ഈ നാട്ടിൽ വരുമെന്ന് എടുക്കുന്ന ഒരു പ്രതീക്ഷയില്ല. നമ്മളൊക്കെ അവശനെന്ന് പറഞ്ഞാൽ വളരെ അവശനായിരുന്നു. പിന്നെ ഇത് വെള്ളമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഈ സോക്സ് തറയെ നനച്ച് എന്നുവെച്ചാൽ ഈ ബാറിലെല്ലാം ചാടി വീണ് ബാറിലെല്ലാം മറന്നു പോയി. അങ്ങനെ തറയെ നനച്ച് ആ വെള്ളം കുടിച്ചു. അങ്ങനെ നനയ്ക്കാൻ പറ്റും. അന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കാണുന്നത്. നമുക്ക് പിന്നെ ഇവര് എന്തായെന്ന് പോലും നമുക്ക് ഒന്നും അറിവില്ല. പിന്നെ ഈ സീൽ ചെയ്യാൻ പോയെടുത്ത് ഒരുപാട് പേര് അവിടെയും കൂടുതലും പലസ്തീനികളെ അവര് ഒരു അടിയടിക്കാൻ പോകുമ്പോൾ 4 കിട്ടും.
ചുരുട്ടിയിട്ട് പിന്നെ കെട്ടി വരിഞ്ഞ് എടുത്തേക്കെയാണ്. പിന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ, അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും ഇല്ല. പിന്നെ നമുക്ക് അതൊക്കെ കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ശനിയാഴ്ച. ശനിയാഴ്ച എന്ന് പറയുന്നത് ഈ പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം എന്ന് പറയുന്നത് വെളുക്കുന്നവരെ ഉറങ്ങാനും ഒക്കത്തില്ല, പീഡനവും. വെളുക്കുന്നവരെ ഉറങ്ങാൻ ഒക്കത്തില്ല. അന്ന് അവന്മാര് അതിനകത്ത് കയറി അങ്ങ് താണ്ഡവമാടി. ഈ ടെന്റിന് ഈ നമ്മളെ കാമ്പൗണ്ടിനകത്ത് ഓപ്പൺ ജയിലിനകത്ത് കയറി അങ്ങ് അത് കൂടുതലും ഇല്ലല്ലോ അവന്മാരത്തോളം ദേശം. അവന്മാർ ഈ അവിടുത്തെ ചെളി കൊണ്ട് ഈ പള്ളിയൊക്കെ ഉണ്ട്. ഇവന്മാർ അതിനകത്ത് വന്ന് പെടുക്കും. അവന്മാർക്ക് സഹിക്കത്തില്ല. അവന്മാർ ചീത്ത വിളിക്കും. അവന്മാർക്ക് എത്ര എഴുതി കിട്ടിയാലും അവന്മാർ വിളിക്കും. അത് അവരുടെ ഒരു അതുപോലെ ശരി. ലെബനോണിന്റെ പ്രത്യേകത. ലെബനോണില്ല, പലസ്തീനികൾ അവന്മാർ ചീത്ത വിളിക്കും. അങ്ങനെ ഒരു ഈ ശനിയാഴ്ച ദിവസം എന്ന് പറയുന്ന ഒരു വലിയ പേടിയുള്ള ഒരു ദിവസം. ശനിയാഴ്ച എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ റെഡ് ക്രോസുകാർ കമ്പനികളിലൊക്കെ പോയി വിവരങ്ങളൊക്കെ തിരക്കി എടുത്ത് എന്നിട്ട് നമ്മളടുത്ത് വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് പൈസ എന്തെങ്കിലും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പൈസയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ റെഡ് ക്രോസുകാർ അവർ പൈസ എല്ലാം വാങ്ങിച്ചു. അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. ഏതാണ്ട് 6 മാസത്തോളം ആയി. പിന്നെ നല്ല ചാപ്പാടും ഈ വലിയ ഉപദ്രവവും ഒന്നുമില്ല. പിന്നെ 4-5 മാസം, ഏതാണ്ട് 6 മാസത്തോളം ആയി. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ റെഡ് ക്രോസുകാർ വന്നിട്ട് പറയും, നിങ്ങളെ ഒരു 3-4 ദിവസത്തിനകത്ത് വെച്ച് നിങ്ങളെ റിലീസ് ചെയ്യും. കാരണം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും. അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. കല്യാണം അല്ല, എൻ്റെ രണ്ടാമത്തെ മോനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. മോനെ കല്യാണം എല്ലാം കഴിഞ്ഞ് മൂത്ത മോക്ക് 3 വയസ്സുണ്ട്. മോനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴെന്ന് പറയുന്ന മോനെ പ്രസവിച്ച് 3 മാസം. എന്ന രീതിയിൽ എനിക്ക് എൻ്റെ ഗുണമേന്മ തന്നെ അറിയാം. ഇതേപോലെ അണ്ണം പട്ടാളത്തിൽ ഇതേപോലെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇതിനകത്ത് ഈ ന്യൂസൊക്കെ വന്ന പത്രത്തിലൊക്കെ ന്യൂസ് വന്നു. ഞങ്ങൾ ഈ മലയാളികളിൽ പലയിടത്തായിരുന്നു. അന്നേരം മറ്റവരെയൊക്കെ പത്രക്കാരൊക്കെ കാണിയടിക്കുകയൊക്കെ ചെയ്തു. എന്നെ കണ്ടതൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പത്രത്തിൽ എൻ്റെ വാർത്തയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മരിച്ചുപോയി എന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ. വിശ്വസിച്ചു. അങ്ങനെ അത് കഴിഞ്ഞത് പിന്നെ റെഡ് ക്രോസുകാർ വന്ന അടുത്ത് ഏതാണ്ട് 2 മാസത്തോളമൊക്കെ ആയി. ഞങ്ങളെ ഫുൾ അഡ്രസ്സും എല്ലാം വാങ്ങിച്ച് അങ്ങനെയാണ് കാർഡായി. ഒരു കാർഡ് വീട്ടിൽ വന്നു ഒപ്പിട്ടൊരു കാർഡ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അറിയുന്നത്. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ അവർ കമ്പനിയിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇതിനു വേണ്ടി വല്ല മുമ്പോട്ട് പോയായിരുന്നു? ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഫ്ലൈറ്റ് ഇവിടെ കൊണ്ടുവന്നതിന്റെ കാശ് ചെന്ന ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് ഈ വില്ലേജ് നാള് വന്നു. അതാണ് അവർ ചെയ്തൊരു, അല്ലാതെ അവരൊന്നും ചെയ്തു. അത് നമ്മളെ പിന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നപ്പം പോലും അവരൊന്ന് വന്ന് ഒരു നല്ല വാക്ക് പറയാനോ അതൊക്കെ ആശ്വസിപ്പിക്കാനോ ഒന്നും വന്നില്ല. അങ്ങനെ റിലീസ് 3-4 ദിവസത്തിനകത്താവും എന്ന് പറഞ്ഞു. പിന്നെ സന്തോഷമായിട്ട് അന്നേരം അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് മാറ്റി. എന്നുവെച്ചാൽ ഈ റിലീസ് ചെയ്യുന്നവരെ പ്രത്യേക ഒരു സ്ഥലം ആയിട്ട് നല്ല 2 ദിവസം നല്ല ചാപ്പാടും ഒക്കെ തന്നു. അവിടെ കുറേ അഭയാർത്ഥികളുടെ കുറേ തുണികൾ കൊണ്ടുവന്ന് ഇട്ട് അതിൽ ഓരോരുത്തർ കൊള്ളാവുന്നതൊക്കെ എടുത്ത് ഇട്ട് അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസമായപ്പം നമ്മൾ ബൈറൂട്ടിൽ കൊണ്ടുവന്ന്
അവിടെ പിന്നെ നമ്മൾ അവിടെ ഉള്ള ആളുകൾ അവിടെ എമോണിയിൽ തന്നെ ഉണ്ടായിരുന്നു, മലയാളികളൊക്കെ ഉണ്ടായിരുന്നു, ബൈറൂട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ പരിഹരിക്കുകയൊക്കെ ചെയ്ത വന്ന് കാണുകയൊക്കെ ചെയ്തു. പിന്നെ ഒന്ന് കൊണ്ടുതരാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വന്ന് ബോംബെ വന്നു. അവിടുന്ന് ബോംബെ കൊണ്ടിറക്കി. അവിടുന്ന് ബോംബെ കൊണ്ടിറക്കി. ബോംബെ കൊണ്ടിറക്കി. ബോംബെ വന്നപ്പം പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ആരോ വന്നു ഞങ്ങളെല്ലാം പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്നാൽ നമുക്ക് പാസ്പോർട്ടൊന്നും ഇല്ല. അവിടെ നിന്നൊരു പേപ്പറേ ഉള്ളൂ ഇങ്ങോട്ട് വരാനുള്ള പേപ്പർ. അങ്ങനെ പാസ്പോർട്ട് ഓഫീസിൽ വന്ന് അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ട്രെയിനിന് വരാനുള്ള ടിക്കറ്റിൻ്റെ പൈസയും പിന്നെ ചെലവിന് 25 രൂപ, 20 30 രൂപ. അന്നത്തെ 30 രൂപ. 25 രൂപ 30 രൂപ കണ്ടേ ഉള്ളൂ.